നമ്മൾ പമ്പയിലോട്ട് പോകുന്ന വഴി അങ്ങ് കുറച്ചും ദൂരം ഉണ്ട്. ഇനി അങ്ങോട്ട് പോകുന്ന കാടൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടെ തന്നെ നിർത്തി അങ്ങോട്ട് പോകാം. സോറി, അങ്ങോട്ട് പോകണം. കയറിയിട്ടേ ഉള്ളൂ. ഇനി ഇച്ചിരി കൂടെ അങ്ങോട്ട് പോകാനുണ്ട്. അത് പോകുമ്പോഴൊക്കെയാണ് ഇവിടെ ഫുള്ള് ഒരുപാട് പണിയൊക്കെയാണെങ്കിൽ നല്ല സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് എന്തോ കേട്ട് ആൾക്കാരെ അങ്ങോട്ട് പോകാതിരിക്കാനായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇവിടെ 2-3 വീടൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ വെച്ചാൽ കാട്ടിനകത്ത് കയറുമ്പോൾ ഇനി ഒരു വീട് പോലും കാണാം. തുടക്കം അതുകൊണ്ടായിരിക്കും. പിന്നെ നല്ല വിശാലമായ റോഡ് ഇവിടെ ആയിട്ട് പണി നടക്കുന്നുണ്ട്. വിശാലത്തെ റോഡെന്ന് പറഞ്ഞേ ഉള്ളൂ. 100 ഐസ് വണ്ടി വന്നു. അവിടെയൊക്കെ ഊഞ്ഞാലിട്ടിട്ടുണ്ട് കേട്ടോ. വേണ്ടേ ഊഞ്ഞാലിട്ടിട്ടുണ്ട് കേട്ടോ. ഊഞ്ഞാലിട്ട് അയ്യോ സോറി കുറയ്ക്കാൻ തന്നെ കൂടിപ്പോയി. പപ്പയമ്മയും വേണ്ടേ സൗന്ദര്യമായിട്ട് ഇന്ന് ഫോട്ടോ ഉണ്ട്. വിശാലോ റോഡെന്ന് പറഞ്ഞേ ഉള്ളൂ. ഫോട്ടോ എടുക്കുന്നു. വണ്ടി വന്നുണ്ട്. ഫോട്ടോഗ്രാഫി അശ്വിനി ഓൺ ദ വേ. ഫോട്ടോ എടുക്കുക. പിന്നെ ഇവിടെ ഒരു വഴിയുണ്ട് കേട്ടോ. അത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയത്തില്ല. അവിടെ ആൾക്കാരുണ്ട്. അവിടെ എന്തോ മരം മുറിക്കുക പറഞ്ഞിട്ട് പണിയുണ്ട്. അങ്ങോട്ട് പോകുന്നൊരു വഴിയുണ്ട്. ഇനി എങ്ങോട്ടാണെന്ന് ദൈവത്തിന് അറിയാം. ഇനി പമ്പ നേരെ പമ്പ വേറെ കാര്യം നേരെ പമ്പയിലൂടെ പോവാ. ബൈ സി യു. നമ്മുടെ പമ്പയുടെ ബോർഡ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രത്തിൽ എത്തി. പിന്നെ കുറച്ചും കൂടെ ഉള്ളൂ പമ്പ. നമ്മൾ ഓടിപ്പോകുന്നു 2 പേര്. നിലയ്ക്കൽ മഹാക്ഷേത്രത്തിൽ എത്തി. അതുകൊണ്ട് അമ്മയും അച്ഛനും പോകുന്നു. ഈ അമ്പലം ഇതിലേ അമ്പലം എനിക്ക് ഞാൻ അതുവരെ ഇവിടെ കയറിയിട്ടില്ലല്ലോ. ഇത് എവിടെ ഇത് അമ്പലം? മേളിൽ പോണോ? നമുക്ക് ഒരു വട്ടം പോവാം. അപ്പോൾ ചാണകമാണ് അണപ്പിണ്ടെന്ന് പറഞ്ഞ ചോട്ടല്ലേ മുടി വളരുമെന്ന് പറഞ്ഞു. എൻ്റെ അമ്മ എൻ്റെ ആളൊക്കെ ഉണ്ടല്ലേ. ഈ വീട് എടുത്ത അവർ 2 ഫോട്ടോ എടുത്താണ്. എനിക്ക് ഇതിനുണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്. ഇതാണ് നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രം. ക്ഷേത്രം നല്ലതായിട്ട് കുറച്ച് സൂം ചെയ്ത് അങ്ങോട്ട് പോ. എടുക്കാം പക്ഷെ അടച്ചിട്ടേക്കുമല്ലേ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എൻ്റെ അകത്തോട്ട് കയറാൻ പറ്റുമെങ്കിൽ എടുക്കായിരുന്നു. വെളിയിൽ എടുക്കട്ടോ. കയറായിരുന്നാ പോരെ? ഓക്കെ കയറി.
ഇവിടെ അടച്ചിട്ട് വലിയ കയറായിരുന്നു. എടുത്ത് ഓക്കെ ഗേസ്, പിന്നെ അത്രേ ഉള്ളൂ. ഇനി നേരെ പമ്പ. ഗേസ്, അപ്പോൾ നമുക്ക് ശബരിമല റൂട്ടിൽ കയറാൻ പറ്റിയില്ല, നമുക്ക് അൺലക്ക് ആയതുകൊണ്ടായിരിക്കും. പക്ഷേ ഗീസ്, നമുക്ക് ഇനി കൊട്ടവഞ്ചി സവാരിയിലോട്ടാണ് നമ്മൾ. നല്ല മഴയുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോറി ഗീസ്, ഇല്ലെങ്കിൽ നമ്മൾ കയറി തന്നെ. ബൈ.